എന്താണ് തമിഴ് നടനായ ജയൻ രവി എന്ന രവി മോഹൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? മലയാളത്തിലും തമിഴിലും അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ് രവി മോഹൻ. 2009 രവി മോഹനും തമിഴിലെ തന്നെ ഒരു പ്രമുഖ നിർമ്മാതാവായ സുജാത വിജയകുമാറിന്റെ മകളായിട്ടുള്ള ആർത്തിയുമായുള്ള വിവാഹം നടക്കുന്നത്. രവിക്കും ആർത്തിക്കും 2 ആൺകുട്ടികളാണ് ഉള്ളത്. 2025 സെപ്റ്റംബറിൽ രവി മോഹൻ ഒരു പ്രസ് മീറ്റ് വിളിക്കുകയും അതിൽ അദ്ദേഹം പറയുകയും ചെയ്തു, താനും ആർത്തിയും 2024 മുതൽ പിരിഞ്ഞാണ് ജീവിക്കുന്നത്. തനിക്ക് ഡിവോഴ്സ് വേണമെന്നും അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് തനിക്കൊരു സ്വാതന്ത്ര്യമില്ലെന്നും താൻ വീർപ്പുമുട്ടിയാണ് ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെന്നും എനിക്ക് സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് പോലുമില്ല, ഭാര്യ ആർത്തിയുമായിട്ടുള്ള ഒരു ജോയിന്റ് അക്കൗണ്ടാണുള്ളത്, തനിക്ക് സ്വാതന്ത്ര്യമായി ഫുഡ് കഴിക്കാൻ പോലുമുള്ള അവകാശമില്ല, ഫുഡ് കഴിച്ച് പേയ്മെന്റ് ചെയ്യുമ്പോൾ ആർത്തി വിളിച്ചു ചോദിക്കും എന്തിനാണ് കാശ് പിൻവലിച്ചത്, എന്താണ് കഴിച്ചതെന്നൊക്കെ. ഒരിക്കൽ തന്നെ സിനിമാ ലൊക്കേഷനിലുള്ള കൂട്ടുകാർക്ക് പാർട്ടി കൊടുത്ത് അതിന്റെ ബില്ല് പേ ചെയ്തപ്പോൾ ആർത്തി തന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് എന്തിനാണ് പാർട്ടി നടത്തിയതെന്നും ആരൊക്കെ ഉണ്ടായിരുന്നു പാർട്ടിയിലെന്നും വിളിച്ചു തിരക്കി. അത് തനിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി. കൂട്ടുകാരുടെ മുന്നിൽ താൻ നാണം കെട്ടുവെന്നും രവി മോഹൻ പറയുന്നു. അതിനുശേഷം രവി മോഹനും ഗായികയും തെറാപ്പിസ്റ്റുമായിട്ടുള്ള കെനീഷ ഫ്രാൻസിസും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വീഡിയോസും ഫോട്ടോസും പ്രചരിച്ചു. ഇരുവരും ഒരുമിച്ച് പങ്കെടുത്ത പല പരിപാടികളും ഏറെ വിവാദമുണ്ടാക്കി. അതിനു പുറമെ ഇരുവരും ഒരുമിച്ച് നടത്തിയ ക്ഷേത്ര സന്ദർശനവും വൈറലായിരുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു അമ്പലത്തിൽ നടന്ന ഉത്സവത്തിൽ കെനീഷ ഫ്രാൻസിസിന്റെ ഒരു കോൺസേർട്ട് ഉണ്ടായിരുന്നു. അതിൽ രവി മോഹനും പങ്കെടുത്തിരുന്നു. സ്റ്റേജിൽ കയറുന്നതിനു മുൻപ് കെനീഷ രവി മോഹന്റെ കാലിൽ തൊട്ട് വന്നിക്കുന്നതും സ്റ്റേജിൽ വെച്ച് ഇരുവരും കെട്ടിപ്പിടിക്കുന്നതും ഒരുമിച്ച് പാട്ട് പാടുന്നതുമൊക്കെ ഏറെ വൈറലായിരുന്നു. ഇത് വൈറലായതിനു ശേഷം ആർതി മോഹൻ രവി മോഹനും കെനീഷയ്ക്കുമെതിരെ ലീഗലി മൂവ് ചെയ്യുകയും അതേ തുടർന്ന് കെനീഷ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഷെയർ ചെയ്യുകയുണ്ടായി. അതിൽ കെനീഷ പറയുന്നത് താൻ രവി മോഹനെ പരിചയപ്പെടുമ്പോൾ രവി മോഹൻ ആകെ തകർന്നിരിക്കുകയായിരുന്നുവെന്നും അതേപോലെ താനും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും തങ്ങൾ പരിചയപ്പെട്ടതിനു ശേഷം രവി മോഹന് നല്ല മാറ്റം ഉണ്ടായിരുന്നതായും തങ്ങൾ പുറത്ത് പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോൾ രവി മോഹന് പരിചയമുള്ളവർ വന്ന് നേരിട്ട് ചോദിക്കും, ഇപ്പോൾ താങ്കൾ ഒരുപാട് സന്തോഷവാനാണല്ലോ, എന്താണ് കാരണമെന്നും. തുടർന്ന് കെനീഷ പറയുന്നു, താൻ 18-19 വയസ്സുള്ളപ്പോൾ വിവാഹിതയായതാണെന്നും 19-20 വയസ്സുള്ളപ്പോൾ തനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നതായും ആ കുഞ്ഞ് വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചു പോവുകയും ചെയ്തു, അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിന്റെ വില എന്തുമാത്രമാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്നും കെനീഷ പറഞ്ഞു. തുടർന്ന് കെനീഷ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത പോസ്റ്റിൽ താൻ രവി മോഹനുമായി യാതൊരു ബന്ധമില്ല, ബ്രേക്കപ്പ് ആയി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷമാണ് രവി മോഹൻ താൻ ആത്മഹത്യയുടെ വക്കീലാണെന്നും പലതവണ അതിന് ശ്രമിക്കുകയും ചെയ്തു എന്ന രീതിയിൽ അദ്ദേഹം തന്റെ കൈ ഉയർത്തി പാടുകൾ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ നിങ്ങൾ എന്റെ മരണവാർത്ത അറിയുമെന്നും എന്നാൽ അതിനു മുമ്പ് തന്നെ എന്നെ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചവരെ ഞാൻ വെറുതെ വിടില്ല എന്നും രവി മോഹൻ പറയുന്നു. അതേപോലെ മാസം 50 ലക്ഷം രൂപയാണ് തന്റെ കയ്യിൽ നിന്നും കുട്ടികളുടെ ആവശ്യത്തിനായി ആർത്തി കൈപ്പറ്റുന്നതെന്നും എന്നിട്ട് തനിക്ക് കുട്ടികളെ കാണാനുള്ള അവകാശം പോലുമില്ല എന്നും രവി മോഹൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഈ വിവാഹത്തിന് തന്നെ മാതാപിതാക്കൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നും ഈ വിവാഹം നടത്തരുതെന്ന് മാതാപിതാക്കൾ പറഞ്ഞിരുന്നതായും എന്നാൽ അതിന്റെ ഭവിഷ്യത്ത് താൻ ഇപ്പോഴാണ് അനുഭവിക്കുന്നതെന്നും രവി മോഹൻ പറയുന്നു. ഒരു ഇഡ്ലി നടിയാണ് തന്റെ ജീവിതം തകർത്തതെന്നും പുറത്ത് ഫെമിനിസം പറഞ്ഞ് അവർ കുടുംബങ്ങൾ തകർക്കുകയാണെന്നും രവി മോഹൻ പറഞ്ഞു. രവി മോഹൻ പറയാതെ പറഞ്ഞ ഈ നടി ഖുശ്ബു ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. എന്നാൽ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ രവി മോഹന്റെ ഭാര്യ മാതാവ് പറയുന്നത് കുട്ടികളെ കാണുന്നതിൽ നിന്ന് രവി മോഹനെ ആരും തടഞ്ഞിട്ടില്ല, രവി മോഹൻ പറയുന്നത് കള്ളമാണ് എന്നാണ്. എന്നാൽ 2024 മുതൽ ഇരുവരും പിരിഞ്ഞാണ് ജീവിക്കുന്നതെന്ന് രവി മോഹന്റെ ഭാര്യ മാതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തെറ്റായ ദാമ്പത്യം എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ നശിപ്പിക്കുന്നു എന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോകളൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇതിനുശേഷം ആർത്തി തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിനെ നിങ്ങൾ ഉണർത്താൻ ശ്രമിക്കരുത്, ഒരു അമ്മ സിംഹമാണെങ്കിൽ ദൈവം അവരെ രക്ഷിക്കും. എന്റെ നിശബ്ദത എന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ല, എൻ്റെ മക്കളെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായി വന്നാൽ ഞാൻ എൻ്റെ കംഫർട്ട് സോൺ വിട്ട് വെളിയിൽ വരും. അന്ന് ഞാൻ ഈ ലോകത്തിന് മുമ്പിൽ വരുന്നത് എല്ലാ സത്യവും എല്ലാ തെളിവുകളുമായിട്ടായിരിക്കും. ഇതായിരുന്നു ആർതിയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ ഉള്ളടക്കം. എന്നാൽ ഡിവോഴ്സ് ലഭിക്കുന്നത് വരെ താൻ ഇനി സിനിമകൾ ചെയ്യില്ല എന്നാണ് രവി മോഹൻ ഇന്നലെ പ്രസ് മീറ്റിൽ പറഞ്ഞത്. എൻ്റെ അഭിപ്രായത്തിൽ രവി മോഹന്റെ വഴിക്ക് വിടുന്നതാണ് നല്ലത്. ബലമായി പിടിച്ചു വെച്ചതുകൊണ്ട് ആർതിക്ക് ഒന്നും നേടാനാവില്ല. അയാൾക്ക് ആ വിവാഹ ബന്ധം വേണ്ട എന്നാണെങ്കിൽ അയാളെ അയാളുടെ വഴിക്ക് വിടുന്നതാണ് കൂടുതൽ നല്ലത്.